ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന, നമ്മുടെ ജീവിതാനുഭവവുമായിട്ട് കോർത്തിണക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം വിശുദ്ധ ബൈബിളിലുണ്ട്. അത് 23-ാം സങ്കീർത്തനമാണ്. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ആ സങ്കീർത്തനം ഞാനിവിടെ വായിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. വാക്യം 3, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. വാക്യം 4, കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വാക്യം 5, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. അവസാന വാക്യം 6-ാം വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. വളരെ മനോഹരമായ, വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. സങ്കീർത്തന പുസ്തകത്തിൽ, സങ്കീർത്തനങ്ങളിൽ മശികൈക സങ്കീർത്തനങ്ങൾ എന്ന പേരുള്ള സങ്കീർത്തനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് പാടിയിട്ടുള്ള സങ്കീർത്തനങ്ങൾ. ഓർക്കണം, യേശു മനുഷ്യനായി ബേത്ലഹേമിൽ ജനിക്കുന്നതിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിൽ യേശുവിനെക്കുറിച്ച് പാടിയ പാട്ടുകൾക്കാണ് മശികൈക സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാകും, ഭൂമിയിൽ ജനിക്കാത്ത ഒരാൾക്ക് വേണ്ടി പാട്ടുകാരുണ്ടായിരുന്നുവെന്നോ പാട്ട് പാടിയിരുന്നുവെന്നോ ആകപ്പാടെ ഒരു സംശയം ഉണ്ട്, ഇല്ലേ? അതിന് കാരണം യേശുവിനെ ഒരു മനുഷ്യനോട് താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടുള്ള അബദ്ധങ്ങളാണ്. 2000 വർഷം മുൻപ് യേശു ഉണ്ടായിരുന്നു, 30,000 കോടി വർഷങ്ങൾക്ക് മുൻപ് യേശു ഉണ്ടായിരുന്നു. ഇവിടെ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരുണ്ടാകുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നു, പ്രവാചകന്മാർ ഉണ്ടാകുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നു, മനുഷ്യനുണ്ടാകുന്നതിന് മുൻപേ, ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ യേശു ഉണ്ടായിരുന്നു. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ, സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ യേശു ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് 2000 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് യേശു മനുഷ്യനായി ഭൂമിയിൽ വരുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ, പ്രവചിക്കാൻ, പാടാൻ, കവിതകൾ ചൊല്ലുവാൻ, അത് എഴുതി വെക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യർ പ്രസംഗിച്ചതും പ്രവചിച്ചതും എഴുതി വെച്ചതും പാടിയതുമൊക്കെ 3 ഭാഷകളിലായിട്ട്, എബ്രായ, ആരമിക്, ഗ്രീക്ക് ഭാഷകളിലായിട്ട് ഇവിടെ പ്രസിദ്ധം ചെയ്തിരുന്നു. 39 പുസ്തകങ്ങളിലൂടെ. ആ പുസ്തകങ്ങൾ ഇന്നുമുണ്ട്. അത് ജൂതന്മാരുടെ മതഗ്രന്ഥമാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ. BC 1500 മുതൽ BC 400 വരെയുള്ള 1100 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ. മലാക്കിയുടെ പുസ്തകം എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ബേത്ലഹേമിൽ ജനിക്കുന്നത്. ഈ 39 പുസ്തകങ്ങൾ ജൂതന്മാരുടെ മതഗ്രന്ഥമായിട്ട് അവരംഗീകരിച്ചിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള കൈയെഴുത്ത് പ്രതികൾ, ഉൽപ്പത്തി
പുസ്തകം തുടങ്ങി മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങളുടെ കൈയെഴുത്ത് പ്രതികൾ 2000 വർഷങ്ങൾക്ക് മുൻപുള്ളത് ഇന്ന് നിലവിലുണ്ട്. അത് പഠിക്കുവാനും അത് റിസർച്ച് ചെയ്യുവാനും ഇന്നും സാധിക്കുന്നതാണ്. അതിൽ യേശുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രഭാഷണം, ആദ്യത്തെ പ്രവചനം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3:15 പ്രവാചകൻ മറ്റാരുമല്ല, യഹോവയായ ദൈവമാണ്. ശ്രോതാക്കളായിട്ട് 2 പേരെ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ആദമും ഹൗവയുമാണ്. മതങ്ങളൊന്നും അന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. 2 പേരല്ലാതെ മറ്റൊരാൾ ഭൂമിയിൽ ഇല്ല. അവിടെ ദൈവം വന്നവരോട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി വരും സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വഞ്ചിച്ച പിശാചിനെ തകർക്കാൻ സ്ത്രീയുടെ സന്തതി വരുന്നു. അത് ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുന്നത്. ആ സ്ത്രീയുടെ സന്തതി നസ്രയനായ യേശുവാണ്. കന്യക മറിയമിലൂടെ ഈ ഭൂമിയിൽ വന്ന് സാത്താൻ്റെ പ്രവർത്തനങ്ങളെ തച്ചുടച്ച് മാനവലോകത്തെ രക്ഷിക്കുവാൻ വരുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം, പ്രഭാഷണം ഭൂമിയിൽ മുഴങ്ങിയത് ഏതെങ്കിലും മനുഷ്യരിലൂടെ ആയിരുന്നില്ല, മതങ്ങളിലൂടെയും ആയിരുന്നില്ല, മതസ്ഥാപകരിലൂടെയും ആയിരുന്നില്ല, ഏതെങ്കിലും രാജ്യങ്ങളിലൂടെ ആയിരുന്നില്ല. ഞാനും നിങ്ങളും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന ജലവും നിൽക്കുന്ന ഭൂമിയും ഈ താരാപഥങ്ങളും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. യേശു വരുവാൻ പോകുന്നു എന്നുള്ള പ്രവചനം ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ നിന്നുകൊണ്ട് മനുഷ്യരോട് പ്രവചിച്ചത്, പ്രസംഗിച്ചത്. ആ 2 വ്യക്തികൾക്ക് മക്കൾ ജനിച്ചപ്പോൾ അവരെ ദൈവം ചിലരെ പ്രവാചകന്മാരായി, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പുരോഹിതന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടകന്മാരായി, സുവിശേഷകന്മാരായി നിയോഗിച്ചു. അവരിലൂടെ ദൈവം ഈ മശീഹയെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ വരവിനെക്കുറിച്ച്, യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. അതിൽ യേശു കർത്താവ് ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സ്ത്രീയുടെ സന്തതി ഒരു കന്യകയിലൂടെയാണ് ജനിക്കാൻ പോകുന്നത്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അത് നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് ഏകദേശം 500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മീഖ ഇങ്ങനെ പറഞ്ഞു, യഹോവയായ ദൈവം പ്രവചിച്ച ആ സ്ത്രീയുടെ സന്തതിയുണ്ടല്ലോ, യെശയ്യാവ് പ്രവചിച്ച ആ കന്യകാസുതനുണ്ടല്ലോ, അത് ബേത്ലഹേമിലാണ് ജനിക്കാൻ പോകുന്നത്. മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 22-ാം സങ്കീർത്തനത്തിൽ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ സ്ത്രീയുടെ സന്തതിയുടെ കൈകാലുകൾ തുളയ്ക്കപ്പെടും. മാത്രമല്ല തൻ്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടും, തൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് ഒട്ടിപ്പോകും എന്നൊക്കെയുള്ള പ്രവചനം നമുക്ക് 22-ാം സങ്കീർത്തനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. 16-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ഗാനം നമുക്ക് പഠിക്കുവാനായി കഴിയും. ഇങ്ങനെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ ജനനവിധം, ജീവിതം, ഉപദേശം, പ്രവർത്തന പദങ്ങൾ, മരണം, മരണോദ്ദേശം, മരണാനന്തര ജീവിതം എന്നുവേണ്ട സകല കാര്യങ്ങളും പ്രവചിക്കപ്പെട്ടിരുന്നു. അത് നമുക്കിന്നും പഠിക്കുവാനും കാണുവാനും വായിക്കുവാനും കഴിയും. അതിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പാട്ടുകളാണല്ലോ, കീർത്തനങ്ങളാണ്. ഇതിൽ മശികൈക സങ്കീർത്തനങ്ങൾ പ്രധാനപ്പെട്ട 3 സങ്കീർത്തനങ്ങളുണ്ട്.
22, 23, 24 സങ്കീർത്തനങ്ങളാണിത്. 22-ാം സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള പാട്ടാണ്. 23-ാം സങ്കീർത്തനത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇടയനായിത്തീർന്ന, സഭയുടെ നാഥനായിത്തീർന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള പാട്ടാണ്. 24-ാം സങ്കീർത്തനത്തിൽ ഈ ലോകത്തെ ഭരിക്കുവാനായി വരുവാൻ പോകുന്ന യേശുവിനെക്കുറിച്ചുള്ള പാട്ടാണ്. ഇതിൽ 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ഒരു ഇടയനായിട്ടും സങ്കീർത്തനക്കാരനായ ദാവീദ്, രാജാവായ ദാവീദ് ഒരു ആടിനോടും ഉപമിച്ചുകൊണ്ട് പാടുന്നതായ മനോഹരമായ ഒരു കീർത്തനമാണ്. 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നായകൻ? ആരാണ് നമ്മളെ നയിക്കുന്നത് എന്നനുസരിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലേക്കോ തകർച്ചയിലേക്കോ നാശത്തിലേക്കോ നന്മയിലേക്കോ ഒക്കെ നയിക്കപ്പെടാം. ഒരു തന്ത്രശാലിയായ ഒരു രാജ്യദ്രോഹിയോടുകൂടെ നാം നടക്കുകയും അവൻ നമ്മളെ നയിക്കുകയും ചെയ്താൽ നാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചിലപ്പോൾ വധിക്കപ്പെടുകയും ചെയ്യാം. നാം ഒരു മതഭ്രാന്തനെ നമ്മുടെ ഇടയനായിട്ട് സ്വീകരിച്ചുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം അനുസരിച്ച് നടന്നാൽ ബോംബ് വെക്കാനും കൊല്ലാനും ഇടിച്ച് നും ഒക്കെ നമുക്ക് പ്രേരണയുണ്ടാകും. അങ്ങനെ നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം നരകം സൃഷ്ടിക്കുകയും നാം നരകത്തിലേക്ക് പോകുകയും ചെയ്യും. നമ്മളെ നയിക്കുന്നത് ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മയക്കുമരുന്നിനും അതിനടിമയായവരും അതിൻ്റെ ബിസിനസ്സുകാർക്കുമൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും അവരുടെയൊക്കെ ഇടയനായിട്ട് അംഗീകരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദുരന്തകഥകൾ അനുദിനം നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെ, യേശുവിനെ നമ്മുടെ ഇടയനായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ നാം നമുക്കൊരു ദ്രോഹവും ചെയ്യുകയില്ല, നാം ആർക്കും ഒരു ദ്രോഹവും ചെയ്യുകയില്ല. നാം നമുക്ക് നന്മ ചെയ്യും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും സമാധാനവും സന്തോഷകരവുമായിരിക്കും. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഇടയൻ ആരാണ്? താങ്കളെ ആരാണ് നയിക്കുന്നത്? തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കളുടെ ഇടയൻ? തെറ്റായ ചിന്തയിലേക്ക് നയിക്കുന്ന ഒരാളാണോ താങ്കളുടെ അധ്യാപകൻ, താങ്കളുടെ ഗുരു, താങ്കളുടെ ഇടയൻ? എങ്കിൽ ജീവിതത്തിൽ മുട്ടുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 48-ലധികം വർഷമായിട്ട് യേശു എൻ്റെ ഇടയനാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയുവാൻ കഴിയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഞാൻ മുഖാന്തരം മറ്റാർക്കും മുട്ടുണ്ടാകുകയില്ല. അതെൻ്റെ ഗുണമല്ല, എൻ്റെ സ്വഭാവമല്ല, എന്നെ നയിക്കുന്ന ആ ഇടയൻ്റെ ഗുണം. അദ്ദേഹം എന്നെ നേർപാതയിലൂടെ നടത്തുന്നത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു. ഞാൻ മുഖാന്തരം കുറച്ചു പേരെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവാൻ ദൈവം ഇടവരുത്തുന്നു. സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുകയാണ്, 2-ാം വാക്യം: ഈ ഇടയൻ എന്നെ പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഈ ഇടയൻ കള്ളുഷാപ്പിലേക്കല്ല, ചാരായ കടകളിലേക്കല്ല, മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളിലേക്കല്ല, വേശ്യാലയങ്ങളിലേക്കല്ല, കൊള്ളയ്ക്കും കൊലപാതകത്തിനും വേണ്ടി ഉള്ള ക്ലാസുകളല്ല, പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥമായ വെള്ളം.
ഒരാടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം എന്താണ് വേണ്ടത്? ഈ നല്ല കർത്താവിനെ, ഈ നല്ല ഇടയനെ നിങ്ങൾ അനുഗമിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ പച്ചയായ പുൽപ്പറങ്ങളിൽ നയിച്ചുകൊണ്ടേയിരിക്കും. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. അവൻ നിങ്ങളെ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ആത്മാവിനും അത് പ്രയോജനകരമായിരിക്കും. കാരണം അവൻ തെറ്റായ ദിശയിലേക്ക് നയിക്കാത്തവനാണ്. നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരാൾ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് നസ്രയനായ യേശുവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും അതിശോക്തിയാകുകയില്ല, അധികപ്പറ്റാകുകയുമില്ല. 3-ാം വാക്യം ശ്രദ്ധിക്കുക. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഓർക്കുക, എനിക്ക് നിങ്ങൾക്കും ഒരു പ്രാണനുണ്ട്, അല്ലെങ്കിൽ ജീവൻ. ബൈബിൾ പറയുന്നത് ആ ജീവൻ രക്തത്തിലാണ് എന്നാണ്. ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ 24 മണിക്കൂറും ഇടതടവില്ലാതെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആ രക്തത്തിലാണ് നമ്മുടെ പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. ആ പ്രാണൻ നിന്നുപോയാൽ, ആ പ്രാണൻ മരിച്ചുപോയാൽ പിന്നെ നമ്മുടെ അവയവങ്ങളൊന്നും ഫങ്ഷൻ ചെയ്യുകയില്ല. പിന്നെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ ജീവനുള്ളൊരു വ്യക്തിയിൽ വെച്ച് പിടിപ്പിക്കണം. നമ്മളിൽ രക്തം ഇങ്ങനെ ജീവനുമായിട്ട് സഞ്ചരിക്കുകയാണ്. രക്തം ചെല്ലാത്ത മേഖലകളിൽ ജീവനുണ്ടാകുകയില്ല. രക്തം ചെല്ലുന്നിടത്തെല്ലാം ജീവനും ഉണ്ട്. പക്ഷേ ഈ പ്രാണൻ അല്ലെങ്കിൽ ഈ രക്തം ചൂടാകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവാം. ചില മാനസിക സംഘർഷങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പ്രാണനിൽ ചൂടുണ്ടാകും. പ്രാണനിൽ ചൂടുണ്ടായാൽ അത് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാതെ വരും. നമ്മുടെ ഓർഗൻസ് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിൽ നിന്ന് തെറ്റായ ദിശയിലേക്ക് മാറും. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഉത്കണ്ഠകളും മാനസിക വിഭ്രാന്തികളുമൊക്കെ ഉണ്ടാകാം. കൊലപാതകം നടത്തിയിട്ടുള്ളവരെയും ആത്മഹത്യ ചെയ്തവരെയും ഒക്കെ നമ്മൾ ആഴമായി പഠിക്കുകയാണെങ്കിൽ അവരെ അതിന് പ്രേരിപ്പിച്ചൊരു കാരണവും, ആ കാരണം മുഖാന്തരം അവരുടെ പ്രാണൻ ചൂടായിട്ട് അവരുടെ ബുദ്ധി വേണ്ടതുപോലെ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാതെ, ഇങ്ങനെ ചെയ്താൽ വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ പ്രാണൻ ചൂടായത് മുഖാന്തരം അവൻ്റെ ശരീരത്തിലുണ്ടായ ചില മാറ്റങ്ങൾ, ചില ഹോർമോണുകളുടെ ഉൽപ്പാദനങ്ങൾ, ചില ഉത്തേജനങ്ങൾ, ഇതൊക്കെ കാരണം അവൻ്റെ ബുദ്ധി അഫലമായിട്ട് അവൻ കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ എടുത്തുചാടുകയാണ്. ചിലർ മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുകയാണ്. ആ അവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് അവൻ്റെ പ്രാണനെ ചൂടാക്കാനുള്ള ചില കാരണങ്ങളും പ്രാണൻ ചൂടായ ചില സമയങ്ങളും ഉണ്ടാകും. പ്രാണനെ ചൂടാക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും പ്രാണൻ ചൂടാകുമ്പോൾ അതിനെ തണുപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ആ കൊലപാതക ശ്രമത്തിൽ നിന്ന്, ആ ആത്മഹത്യയിൽ നിന്ന്, ആ അനർത്ഥത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുവാൻ കഴിയും. അങ്ങനെ രക്ഷപ്പെട്ടവർ പലരുമുണ്ട്. ഒരു നിമിഷ നേരത്തെ ആ ചൂട് മുഖാന്തരം, ആ കോപം മുഖാന്തരം ഉണ്ടായ പ്രശ്നം, അതിനെ തണുപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വലിയ വിപത്തിൽ നിന്ന്, ആ വലിയ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നു. ഇന്ന് ജയിലിലൊക്കെ കിടക്കുന്ന കുറ്റവാളികളുടെ അടുക്കൽ കടന്നു എന്ന് നിങ്ങൾ സംസാരിച്ചാൽ അവർ ആ കുറ്റകൃത്യം ചെയ്യുന്ന ആ വേളകളിൽ, അതിനുവേണ്ടി ഒരുങ്ങിയ ആ വേളകളിൽ അവരെ ഒന്ന് തണുപ്പിക്കാനോ അവരെ ഒന്ന് ഉപദേശിക്കാനോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് മാറ്റം ഉണ്ടാകുമായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കാണുവാൻ കഴിയുകയില്ലല്ലോ. എന്നാൽ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ ഇടയനായി സ്വീകരിച്ചാൽ,
പ്രാണൻ ചൂടാകുന്ന പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഈ നല്ല ഇടയൻ പ്രാണനെ തണുപ്പിക്കും. ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിൻ്റെ ചരിത്രം തന്നെ നിങ്ങൾ ഒന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ സിംഹവും കരടിയും കടുവായുമൊക്കെയുള്ള ഘോരമായ വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കാനായിട്ട് അയച്ചു. തൻ്റെ ശൗലിൻ്റെ മിലിട്ടറിയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അയച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആ മാതാപിതാക്കളെ ഏകദേശം ഒന്ന് മനസ്സിലാക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ സിംഹവും കരടിയുമൊക്കെയുള്ള വനാന്തരത്തിൽ നമ്മൾ വിടുമോ? അപ്പോൾ ഈ ദാവീദിനോട് വലിയ താല്പര്യമൊന്നും മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല. അത് വ്യക്തമാകുന്ന മറ്റൊരനുഭവം കൂടി പറയാം. ഇസ്രായേലിനൊരു രാജാവായിട്ട് ഒരാളെ അഭിഷേകം ചെയ്യാനായിട്ട് ഇശായിയുടെ ഭവനത്തിലേക്ക് ദൈവം ശൗമേലിനെ അയക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലും ഈ പിതാവ് ദാവീദിനെയല്ല, തൻ്റെ മറ്റു മക്കളെയാണ് പ്രവാചകൻ്റെ മുൻപിൽ കൊണ്ടു നിർത്തുന്നത്. അവരെയൊക്കെ അഭിഷേകം ചെയ്യാനും രാജാവാക്കാനും ഒക്കെ ഈ പ്രവാചകൻ മാനുഷികമായിട്ടുള്ള നിലയിൽ പരിശ്രമിക്കുമ്പോൾ ദൈവം തടയുന്നുണ്ട്. അവസാനം പ്രവാചകൻ ചോദിക്കുകയാണ്, നിനക്കിനി മക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് യിശയ്യാ പറയുന്ന, ഒരുത്തനുണ്ട്, അവന് ആട് മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട ഒരാളായിരുന്നു ദാവീദ്. തൻ്റെ പ്രാണൻ ചൂടാകാൻ അത് ധാരാളം പോരെ? എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലല്ലോ, കൊലപാതകനായില്ലല്ലോ, തൻ്റെ സഹോദരങ്ങളെ വധിക്കാൻ പ്ലാനിട്ടില്ലല്ലോ, അപ്പനെയും അമ്മയെ ഉപദ്രവിക്കാൻ തയ്യാറായില്ലല്ലോ. അത് തെറ്റാണെന്ന് തനിക്ക് എങ്ങനെയാണ് ബോധ്യമായത്? പ്രാണൻ ചൂടായപ്പോഴൊക്കെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവം തന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് താൻ വിവാഹം കഴിച്ചപ്പോൾ തൻ്റെ അമ്മായിയപ്പൻ ഇസ്രായേലിൻ്റെ രാജാവ് ശൗൽ തന്നെ കൊല്ലുവാൻ പട്ടാളക്കാരുമായി കുന്തവുമായി നടക്കുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലല്ലോ, മാനസിക രോഗിയായില്ലല്ലോ. തൻ്റെ ഭാര്യ മീഗൾ തൻ്റെ ആരാധനയിൽ താല്പര്യമുള്ള ആളായിരുന്നില്ല. അവൾക്ക് ആരാധന ഇഷ്ടമാണ്, പക്ഷേ ഇത്ര ശബ്ദമുയർത്തി നൃത്തം ചെയ്തൊക്കെയുള്ള ഈ ആരാധന അവളുടെ പദവിക്ക് ചേർന്നതായിട്ട് അവൾക്ക് തോന്നിയില്ല. ഒരു ആരാധന സപ്പോർട്ട് ദാവീദിന് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഇനി തൻ്റെ മക്കളുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ഒരു മകൻ അബ്നോൻ അവൻ്റെ സഹോദരി ദാവീദിൻ്റെ മകളെ താമാറിനെ ബലാത്സംഗം ചെയ്യുകയാണ്. ഒരു പിതാവ് എങ്ങനെ സഹിക്കും? ആ കാരണത്താൽ അബ്നോനെ ഈ ദാവീദിൻ്റെ മറ്റൊരു മകൻ അബ്ശാലോം തല്ലിക്കൊല്ലുകയാണ്. കൊലപാതകൻ മകൻ, കൊല്ലപ്പെട്ടതും മകൻ. ഒരപ്പൻ എങ്ങനെ ഇത് സഹിക്കും? വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ തൻ്റെ രാജ്യം പിടിച്ചെടുക്കുകയാണ് ഈ അബ്ശാലോം. രാജ്യം വിട്ട്, സിംഹാസനം വിട്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന ആ വൃദ്ധൻ പോകട്ടെ എന്ന് കരുതാതെ അയാൾ ഒരിക്കലും മടങ്ങി വരാതിരിക്കേണ്ടതിന് തൻ്റെ പിതാവിനെ കൊല്ലാൻ ആയിരക്കണക്കിന് പട്ടാളക്കാരുമായിട്ട് പുറകെ പോകുന്ന ഒരു അബ്ശാലോമിനെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതൊക്കെ പോരെ പ്രാണൻ ചൂടാകാൻ? എന്നിട്ട് അദ്ദേഹം കൊലപാതകനായില്ലല്ലോ, ആത്മഹത്യ ചെയ്തില്ലല്ലോ, മാനസിക രോഗിയായില്ലല്ലോ, സങ്കീർത്തനങ്ങൾ എഴുതിയല്ലോ. എന്താണ് കാരണം? ദൈവം പ്രാണനെ തണുപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയ സ്നേഹിത, ആത്മഹത്യ ചെയ്യാൻ വരട്ടെ, തെറ്റായ ചില പദ്ധതികൾ നീ മനസ്സിലിട്ടിട്ടുണ്ട്, അതൊക്കെ ചെയ്യാൻ വരട്ടെ. അതൊക്കെ നിന്നെ ഊരാക്കുടുക്കിലേക്കും തകർച്ചയിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും ജയിലറയിലേക്ക് നയിക്കും. അതിന് പകരമായിട്ട് പ്രാണനെ തണുപ്പിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ള ഈ നല്ല ദൈവത്തെ, ഈ യേശുവിനെ ഇടയനായിട്ട് നിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ, നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാണൻ ചൂടാകുമ്പോൾ, ഒരു ഡോക്ടർ കാണുന്നതിന് മുൻപേ, ഒരു മനഃശാസ്ത്രജ്ഞൻ അറിയുന്നതിന് മുൻപേ, നിൻ്റെ മാതാവ്, പിതാവ്, ഭാര്യ, ഭർത്താവ്, മക്കൾ അറിയുന്നതിന് മുൻപേ ഇടയൻ അറിഞ്ഞ് അതിനെ കൂൾ ഡൗൺ ചെയ്യും, തണുപ്പിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എൻ്റെ പ്രാണൻ ചൂടായിക്കഴിഞ്ഞാൽ
നേരെ പാതയിൽ നടക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കണ്ണുകൾ എല്ലാം കാണുവാൻ കഴിയുകയില്ല. എൻ്റെ ബുദ്ധി ശരിയായി വർക്ക് ചെയ്യുകയില്ല. എൻ്റെ കാലുകൾ നേരായ പാതയിലൂടെ നടക്കുകയില്ല. തെറ്റ് ചെയ്യുവാനും പ്രതികാരം ചെയ്യുവാനും പ്രേരിപ്പിക്കും. പക്ഷേ ഈ ദൈവം എൻ്റെ ഇടയനായി തീർന്നു കഴിയുമ്പോൾ, എൻ്റെ പ്രാണൻ തണുത്ത് കഴിയുമ്പോൾ, ആ നീതി പാതയിലൂടെ, ശരിയായ പാതയിലൂടെ, സമാധാനത്തിൻ്റെ പാതയിലൂടെ, സ്നേഹത്തിൻ്റെ പാതയിലൂടെ, വിശുദ്ധിയുടെ പാതയിലൂടെ, നീതിയുടെ പാതയിലൂടെ എന്നെ നയിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക, 4-ാം വാക്യം, കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇവിടെ കൂരിൽ താഴ്വര എന്ന് പറയുന്നത് മരണത്തിൻ്റെ താഴ്വരയാണ്. കോവിഡിന് വാക്സിനൊക്കെ ഇറങ്ങുന്നതിന് മുൻപ്, അഥവാ കേരളത്തിൽ വരുന്നതിന് മുൻപ് ഞാൻ കോവിഡ് രോഗിയായി. കോവിഡ് രോഗിയാകുക മാത്രമല്ല, ന്യൂമോണിയ ബാധിതനായി. മരണത്തിൻ്റെ കൂരിൽ താഴ്വരയിലേക്ക് ഇറങ്ങി. ഓക്സിജൻ ലെവൽ കുറഞ്ഞു. എൻ്റെ ഷുഗർ ലെവൽ 300-ലധികമായി ഷൂട്ടപ്പ് ചെയ്തു. എൻ്റെ മസിൽസ് പവർ എല്ലാം പോയി. ഡോക്ടർമാർ പറഞ്ഞു കൈവിട്ടു പോയി. പരിഭവമുണ്ടായില്ല, പരാതി ഉണ്ടായില്ല, ഭയമുണ്ടായില്ല, അല്പം പോലും ആശങ്കയുണ്ടായില്ല. കാരണം എന്താണെന്നറിയാമോ? മരണത്തിൻ്റെ കുരിൽ താഴ്വരയിലൂടെ ഞാൻ നടന്നപ്പോൾ ഒരനർത്ഥവും ഭയപ്പെടാതിരുന്നതിൻ്റെ കാരണം ദൈവം എന്നോടുകൂടിയുണ്ട്, ഇമ്മാനുവേൽ എന്നോടുകൂടിയുണ്ട് എന്നുള്ള ഉറപ്പായിരുന്നു. പ്രിയ സ്നേഹിത, നിന്നെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിൻ്റെ മുൻപിലുണ്ടോ? മരണഭയം നിന്നെ വേട്ടയാടുന്നുണ്ടോ? മരണത്തിൻ്റെ കുരിൽ താഴ്വരയിലാണോ? അവിടെ നിന്നും പാടുവാനും അവിടെയും സ്തോത്രം ചെയ്യുവാനും ധൈര്യമായി നിങ്ങൾക്ക് നിൽക്കുവാനും കഴിയണമെങ്കിൽ സ്വയമായി കഴിയുകയില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം അതിന് സഹായമാകുകയില്ല. നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ് അതിന് സഹായമാകുകയില്ല. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും അതിൻ്റെ മഹത്വവും അതിൻ്റെ മഹിമയും നിങ്ങളുടെ ഡോക്ടറേറ്റും അതിന് സഹായമാകുകയില്ല. എന്നാൽ ദൈവം കൂടെയുണ്ടെങ്കിൽ മരണത്തെ മുഖാമുഖമായി കണ്ടാലും നിങ്ങൾക്ക് പുഞ്ചിരിച്ച് നിൽക്കാൻ കഴിയും. നിങ്ങൾക്ക് സമാധാനത്തോടെ നിൽക്കാൻ കഴിയും. കാരണം ആശ്വസിപ്പിക്കുന്നവൻ കൂടെ നിൽക്കുകയാണ്. 5-ാം വാക്യം ശ്രദ്ധിക്കുക, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശത്രുക്കളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളെ തകർക്കാൻ? അവരെ ഒന്നും കണ്ട് ഭയപ്പെടരുത്, അസൂയപ്പെടരുത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. നീ നശിച്ചു പോകുകയില്ല, നീ തകർന്നു പോകുകയില്ല. അതിനു പകരം നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ നിന്ദിച്ച, നിന്നെ തകർത്ത് കളയാൻ പദ്ധതി തയ്യാറാക്കിയവരുടെ മുൻപിൽ തന്നെ ഒരു വിരുന്നൊരുക്കുന്നത് പോലെ അവരുടെ മുൻപിൽ നിന്നെ ആദരിക്കുന്ന ഒരു നല്ല കർത്താവാണ് ഈ നല്ല കർത്താവ്. ഈ കർത്താവ് ഇടയനായി തീർന്നാൽ ശത്രുക്കളുടെ മുൻപിൽ നീ ലജ്ജിക്കേണ്ടി വരികയില്ല. അവരുടെ മുൻപിൽ, അവർ ജീവനോടിരിക്കുമ്പോൾ തന്നെ, നീ തകർന്നു പോയി ഇല്ലാതായി എന്ന് പറഞ്ഞവരുടെ മുൻപിൽ തന്നെ നിന്നെ ദൈവം ആദരിക്കും, മാനിക്കും എന്നൊക്കെയുള്ളത് ഇത് വെറും കഥയല്ല. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതിൻ്റെ 6-ാം വാക്യം നോക്കുക, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു നന്മയുടെയും പുറകെ നിങ്ങൾ പോകേണ്ടതില്ല. ഒരു കരുണയുടെയും പുറകെ നിങ്ങൾ പോകേണ്ടതില്ല. കരുണാവാരിധിയായ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ, മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച നല്ല ഇടയനായ യേശുവിനെ സ്വീകരിച്ച് ആ ഇടയൻ്റെ പുറകെ നിന്നാൽ നന്മയും കരുണയും നിൻ്റെ പുറകെ വരും. നീ മരിച്ചാൽ അത് തലമുറയിലേക്ക് വരും. യുഗായുഗമായി കർത്താവിനോടൊപ്പം ആ പുതിയ യെരൂശലേമാകുന്ന ആലയത്തിൽ വാഴുവാൻ കഴിയും. നല്ല ഇടയനായ യേശുവിനെ നിങ്ങളുടെ ഇടയനായി, നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് ആ ഇടയൻ്റെ പുറകെ വിനീതനായി നിൽക്കുവാൻ പരിശ്രമിക്കുക. നല്ല ഇടയനായ ദൈവമേ, എൻ്റെ ഈ പ്രേക്ഷകരെയെല്ലാം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.